ഹലോ, മിർഷാദ് വി സി വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് MRC തൊപ്പി. ഇപ്പോൾ യുവാക്കളൊക്കെ തൊപ്പിൻ്റെ ലൈവിൻ്റെ പിന്നാലെ, തൊപ്പിൻ്റെ വീഡിയോസിൻ്റെ പിന്നാലെയൊക്കെയാണല്ലോ. MRC തൊപ്പി അഥവാ നിഹാദ് എന്ന ഒരു വ്യക്തി, പിന്നെ ആ ഒരു വ്യക്തിൻ്റെ കൂടെ നിൽക്കുന്ന അവരുടെ ഒരു ഗ്യാങ്, അവരൊക്കെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിനായിട്ടും ഈ തൊപ്പി അഥവാ നിഹാദ് എന്ന ഒരു വ്യക്തിയിൽ വന്ന, അയാളുടെ സ്വഭാവത്തിൽ വന്ന, അയാളുടെ പെരുമാറ്റത്തിലൊക്കെ വന്ന, ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് വന്ന മാറ്റങ്ങൾ, മുമ്പ് ഉള്ള ആളുടെ സ്വഭാവം, മുമ്പുള്ള ആളുടെ പെരുമാറ്റ രീതികളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഈ മുതിർന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര വെറുപ്പായിരുന്നു അവന്റെ വീഡിയോസും അവന്റെ വീഡിയോ കാണുന്നതും. കാരണം കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും മോശം തെറികളും കമന്റുകളും വീഡിയോയിൽ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ, ഒരു കോമാളിയെ പോലെ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും വെറുപ്പായിരുന്നു. അതായത് മുതിർന്ന ആൾക്കാർക്കൊക്കെ വെറുപ്പായിരുന്നു. ഇത് കുട്ടികൾ കാണാൻ പറ്റില്ല, കുട്ടികൾക്ക് ഇത് മോശം മെസ്സേജാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഒരുപാട് കമന്റുകൾ. പിന്നെ ഇവര് ചെന്ന് പെടുന്നതെല്ലാം വിഡിത്തങ്ങളിലും പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നതൊക്കെ നമ്മൾ, പല കേസുകളും അതും ഇതൊക്കെ വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് ഈ ഒരു വ്യക്തിയിലും അവരുടെ ടീമുകളിലൊക്കെ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ പുതിയ വീഡിയോകളിലൊക്കെ അവര് പിന്നെ സംസാര രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ആൾക്കാരായിട്ട് ഇടപഴകുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നു, പിന്നെ പുറം ലോകമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ വന്നു. അതൊക്കെ നമ്മളിപ്പോഴത്തെ പുതിയ വീഡിയോകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പണ്ടത്തെ ഒരു 5-6 വർഷം മുന്നത്തെ വീഡിയോകളൊക്കെ എടുത്താൽ, ഈ തൊപ്പിന്റെ വീഡിയോ എടുത്താൽ നമുക്ക് കാണാം, പുറത്ത് ഇറങ്ങാതെ വീട്ടിൻ്റെ അകത്ത് മാത്രം ഇരുന്ന് ലൈവ് സ്ട്രീം ചെയ്ത് അതിൽ ഗെയിം കളിച്ചിരിക്കുന്നതും, അതിൽ ഈ കളിക്കുന്നതിൻ്റെ അടിയിലൂടെ അതായത് കുട്ടികളൊന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറികൾ പറയുന്ന ഒരു നിഹാദിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പണ്ടത്തെ വീഡിയോസൊക്കെ ഞാൻ ഇടക്കിടക്കൊക്കെ കാണാറുണ്ട്. പക്ഷെ അത്രയും മോശം തെറികളും ഇതും കേൾക്കുമ്പോൾ നമുക്കത് മുഴുവൻ കണ്ടിരിക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആള് 100% ക്ലിയർ ആയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആളുടെ ആ ജീവിത രീതിയിലും അവരുടെ സ്വഭാവത്തിലും ഇതിലൊക്കെ കാര്യത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ കാണുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ പറയണ്ടേ. നെഗറ്റീവ് എല്ലാവരും നെഗറ്റീവുകൾ പറയുന്നുണ്ട്, ശരിയാണ്, ആള് നെഗറ്റീവ് ഉള്ള ആൾ തന്നെയാണ്. ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവുകൾ കൊണ്ടുവരുമ്പോൾ ആ പോസിറ്റീവുകളും നമ്മൾ പറയണ്ടേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആളുടെ ജീവിതത്തിലും ആളുടെ പെരുമാറ്റ രീതിയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗ്യാങ്ങിൽ പെട്ട 1-2 ആൾക്കാർ മുൻകൈ എടുത്താണ് ആളുടെ ജീവിത രീതിയിലും ആളുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നതെന്ന് തോന്നുന്നു. ചില വീഡിയോകളിലൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ഗ്യാങ്ങിന് പരിശ്രമിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട്, അതായത് കുട്ടികൾക്കും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്ത്, തെറികളൊന്നും ഇല്ലാതെ ചെയ്ത് നല്ല രീതിയിൽ പോവാൻ ഇവർക്ക് പരിശ്രമിച്ചാൽ കഴിയും. അതിനുള്ള തെളിവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇപ്പൊ പുതിയ വന്ന 1-2 ആള്, മമ്മു ഒക്കെ ഒന്ന് ഒന്ന് നല്ലോണം ശരിയാവാണ്ട്. അവനിപ്പോ കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ, ആ ഇന്റർവ്യൂവിന്റെ വെറൈറ്റി മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബുദ്ധി ഇല്ലാതെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നതാ. അതൊക്കെ ഇപ്പൊ ആകെ ആള് എയറിൽ കയറിയിരിക്കണം. അതിന്റെ ഭാഗങ്ങളൊന്നും ഇപ്പൊ ഞാൻ അതിൽ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി മീഡിയയിൽ മമ്മുവിന്റെ ഇന്റർവ്യൂ കണ്ടാൽ മതി. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ അതൊക്കെ മാറ്റങ്ങൾ വരാനുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ഇതിലൊക്കെ വരാനുണ്ട്. പറയാൻ പാടുള്ള കാര്യങ്ങളും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പുറത്ത് വിളിച്ചു പറയുന്ന, അവന്റെ പ്രായത്തിന്റെയും അവന്റെ ബുദ്ധി കുറവിന്റെ ഒക്കെ ആവാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ മാറ്റങ്ങൾ വരാനുണ്ട്. അപ്പൊ വെറും തെറികൾ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു വീഡിയോകളിൽ നിന്ന് ഇപ്പൊ കുറെയെങ്കിലും മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവന്ന അവർക്ക് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ അവരുടെ വീഡിയോകളിലും അവരുടെ ജീവിത ശൈലികളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അവർ ശ്രമിച്ചാൽ, അവരതിന് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന് ശ്രമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ടുകളും എല്ലാവർക്കും ഒന്നുകൂടി ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം കുട്ടികൾക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി ആളുകൾ ഒന്നും കൂടി കൂടുതൽ ഇഷ്ടപ്പെടും.
അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമുക്ക് തൊപ്പിന്റെ മാറ്റങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തൊപ്പിന്റെ ആദ്യത്തെ കുറച്ച് പഴയ വീഡിയോസ് ഒന്ന് കാണാം. പഴയത് അവന് ഒരു 5 വർഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ 5 വർഷത്തിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടാൽ സത്യത്തിൽ ഒരു മാനസിക നില തെറ്റിയ ഒരാൾ പുറത്തിറങ്ങിയ പോലെയൊക്കെ തോന്നും. ആ വീഡിയോന്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടോ. ഒരു പട വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്, ഒന്നാം തിരിയുന്നില്ല, അടിക്കാൻ വരുന്നതാന്ന് തോന്നുന്നു. അള്ളാണ് മുത്തേ, എവിടെ വരക്കുന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയല്ല. അടിക്കാൻ ആള് വന്നിട്ടാണ് എന്നെ. അവിടെ നാളെ ചിരിക്കുന്നു. അവിടെ ക്യാമറ ഓഫ് ആക്കിയാ ഫാൻ്റെ വണ്ടി. അല്ലാത്തെ ഞാൻ പുറത്ത് ഞാൻ പോയെന്നിട്ട് എന്തെന്ന് ഇവരെന്നാ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. അടുത്ത് വരില്ല. എൻ്റെ ക്യാമറ ഉണ്ട്, പ്രൂഫ് ഉണ്ട്. അടിയായ സീനാവും. ഞാൻ പ്രൂഫ് കാണിച്ചു കൊടുക്കും. അവിടെ ഇവരെ എനിക്ക് അല്ലാണ് ഇവർക്ക് പേടിയുണ്ടോ എന്തോ സീനുണ്ട് ഇവർ. അല്ലാണ് മുറ്റാണ് അവിടെ. എന്നെ ഇസ്മായിലിക്ക് വന്നാലും വിളിക്കുന്നുണ്ടോ പിള്ളേർ. അവിടെ അപ്പൊ പുറത്ത് ഇതാ നടക്കുന്നത്. അല്ലാണ് മുത്ത, എനിക്ക് രണ്ടാള് കൂടുതൽ കണ്ട എൻ്റെ തല എനിക്ക് തൂറാൻ മുട്ടും. ഒന്നാമത് പുറത്തിറങ്ങാത്ത ഏതാടാ ഇത് എത്ര ആളടാ എൻ്റെ അവിടെ അകത്തുനിന്നാണ് എല്ലാം എന്നെ നോക്കിക്കുന്നു. അല്ലാണ് മുത്ത, ഞാൻ അവിടെ ഇട്ട് എന്തെന്നാ അവിടെ കളിക്കുന്നത് ബോഡി ജിം ബോഡിനോടെ നീ കളിക്കുന്നത് ആരിക്കടാ. ആരോടിക്ക കളിക്കുന്ന ആരോടിക്ക കളിക്കുന്ന കണ്ടോ? ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നണ എന്താ, ഒരു മാനസിക നില തെറ്റിയ ഒരാൾ റോഡിലേക്ക് ഇറങ്ങിയ ഒരു അതേ അവസ്ഥയാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്. കാരണം ഈ കുട്ടികളൊക്കെ ഇവന്റെ പുറകെ വരുമ്പോ ഇന്നെ തല്ലാൻ വരികയാണ്, ഇന്നെ അടിക്കാൻ വരികയാണ് എന്നൊക്കെ പറയുന്നത്. ഇവന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. പക്ഷെ ഇവന് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം 5 വർഷമായിട്ട് ഒരു റൂമിൽ അടച്ചുപൂട്ടിയിരുന്ന് ഈ ഒരു ഗെയിം കളിക്കുക, ഓൺലൈനിലുള്ള പിന്നെ ലൈവ് സ്ട്രീം മാത്രം, അതിൽ വരുന്ന കമന്റുകൾക്ക് തെറി കമന്റുകളും അതിലുള്ള കമന്റുകളും ആയിട്ട് ഇരിക്കുക എന്നല്ലാതെ വേറൊരു ലോകവും ഇല്ലാത്ത ഒരാള് ഒരു 5 വർഷത്തിന് ശേഷം പുറത്തിറങ്ങി പുറത്ത് ആൾക്കാരെയും ടൗണൊക്കെ കാണുമ്പോൾ ഒരു പ്രാന്തനെ പോലെ നടക്കാണ്. അതേപോലെ ആ ഫാനൊക്കെ പിടിച്ചിട്ടുള്ള ഫാനിനെ ഇടിക്കണൊക്കെ ആ വീഡിയോ തൊപ്പിയൊക്കെ തന്നെ ഇപ്പൊ കണ്ട ദേഷ്യം വരുന്ന ഒരു വീഡിയോ ആണ് അതൊക്കെ. അപ്പൊ ആ ഒരു കാലത്തിന്റെ മാറ്റം, അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തെ ഒരു മാറ്റം, ഈ ആളിൽ വന്നൊരു മാറ്റങ്ങളാണ് കാണുന്നത്. ഇപ്പൊ ഈ കാണുന്ന ഒരു തൊപ്പിയിൽ നിന്ന് ഇപ്പൊ കാണുന്ന ഈ തൊപ്പിയിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ പിന്നിൽ ഇവരുടെ ഈ ഒരു ഗ്യാങ് തന്നെയാണ്. അല്ലെങ്കിൽ ഇവരുടെ ഗ്യാങ്ങിൽ പെട്ട കുറച്ച് ആൾക്കാർ മുൻകൈ എടുത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മാറ്റം, ഇത്രയൊരു മാറ്റങ്ങൾ സംഭവിച്ചത്. തൊപ്പിന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ ഇത്രയൊരു മാറ്റങ്ങൾ സംഭവിച്ചത്. അതിൽ വലിയൊരു പങ്ക് ഇവരുടെ ഗ്യാങ് തന്നെയാണ്. ഇവരുടെ ഗ്യാങ്ങുമായിട്ടുള്ള ഇടപഴക്കം, അവർ തമ്മിൽ ഒരുമിച്ചുള്ള പുറത്തു പോയിട്ട് ആളുകളായിട്ടുള്ള ഇടപഴക്കം ഒക്കെ തന്നെയാണ് ഈ തൊപ്പിന്റെ ജീവിതത്തിൽ സ്വഭാവത്തിലൊക്കെ ഇത്രയും മാറ്റങ്ങൾ വരുത്തിയത്. അപ്പൊ ഇനി MRZ തൊപ്പി ഗ്യാങ് കംപ്ലീറ്റ് അവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. മൂവി വേൾഡ് മീഡിയ എന്നൊരു ചാനലിന് അവരുടെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിൽ അവരുടെ എല്ലാ ഗ്യാങ്ങും ഉണ്ട്. അപ്പൊ ആ ഗ്യാങ്ങിനെ കുറിച്ച് ഓരോരോ ആൾക്കാരെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോരോ ആൾക്കാർക്ക് തൊപ്പിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ കുറിച്ച് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഒരു നിലയിൽ എത്തിക്കണം എന്നാണ് എന്റെ ഇപ്പത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതാണ്. ഞാൻ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്
മമ്മൂന്റെ കാര്യം തന്നെയാണ്. പിന്നെ ബാക്കി എല്ലാവരും പ്രയോറിറ്റി തന്നെ, പക്ഷെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി മമ്മാണ്. പിന്നെ എല്ലാവരും ഗ്യാങ്ങിലുള്ള എല്ലാവരും ഒരു സ്റ്റേജിൽ. പറഞ്ഞത് മമ്മൂനെ കുറിച്ചാണ്. മമ്മൂനെ നല്ലൊരു നിലയിൽ എത്തിക്കണം. പക്ഷെ മമ്മൂനെ ആദ്യം നല്ല നടത്തം കുറച്ച് പഠിപ്പിക്കാനുണ്ട്. ഇപ്പൊ ഈ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ് ഈ വഷളത്തരം പറഞ്ഞ് നടക്കണതൊക്കെ ഒന്ന് മാറാനുണ്ട്. ഒക്കെ മാറിയ ആളൊന്ന് ഡീസന്റ് ആയി വന്നാൽ ഓക്കെയാണ്. എന്നിട്ട് നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ മമ്മു ഓക്കെയാണ്. അതുപോലെ കൂടെയുള്ള എല്ലാവരെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഈ കൂട്ടത്തിലൊരാള് മുൻകൈ എടുത്ത്, അതൊക്കെ ഈ ഒരു സ്വഭാവത്തിൽ മാറ്റം വന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വരുന്നതും കാര്യങ്ങളൊക്കെ. നല്ല കാര്യമാണ്. അപ്പൊ ഇനി അടുത്ത ആളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അത് അടുത്ത ആരാ നോക്കാം. അടുത്ത ആള് ഓൺലി റാംബോ. റാംബോ ആണ് നമ്മളെ മറിച്ച് കഴിഞ്ഞാൽ അടുത്ത മെമ്പർ. ബോഡി ഗാർഡായിട്ട് വന്നതാണ്. അവന്റെ ജോലി വളരെ കൃത്യമായിട്ട് വളരെ ക്ലീൻ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ നമ്മളെ ഗ്യാങ്ങിൽ തന്നെ ഒരു ജോലി ഏൽപ്പിച്ച, ഇപ്പൊ ബാക്കി എല്ലാരും ഉഴപ്പലുണ്ട്, വക്കീലടക്കം ഉഴപ്പലുണ്ട്. പക്ഷെ റാംബോ എന്ന് പറഞ്ഞാൽ ഉഴപ്പില്ല, നോ ഉഴപ്പ്. ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യും. ചെറിയ ചെറിയ ഉഴപ്പുകൾ ഉണ്ടാകും, ഞാൻ അപ്പൊ തന്നെ പറയും, എന്റെ കയ്യിൽ നിന്ന് വഴക്ക് കൊള്ളും, പക്ഷെ ജോലി കൃത്യമായിട്ട് ചെയ്യും. 1-2 പേരല്ലേ പറഞ്ഞു, അത്രയും പേരാണ് ഒരുമിച്ച് പറഞ്ഞത്. അപ്പൊ പിന്നെ ആയപ്പോഴത്തേക്ക് മനസ്സിലായി, പറഞ്ഞവരടുത്ത് സ്നേഹത്തിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, അത്യാവശ്യമുണ്ട്, തിരക്കുണ്ട്, ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൂടെ നടന്നാൽ മതി. ഒരുപാട് ആൾക്കാർ വന്നാലും കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ നിൽക്കുന്നതിനെ കാട്ടി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടുള്ളത്. സംഭവം ഏൽപ്പിച്ച ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. ബോഡി ഗാർഡായിട്ട് വന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം ബോഡിയൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പൊ ബോഡി ഗാർഡായിട്ട് വന്നതാണ്, ഏൽപ്പിച്ച ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ് പറയുന്നുണ്ട്. അടുത്തത് ആരതാണെന്ന് നോക്കാം. അടുത്ത ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ആൾക്കാരാണ് പിന്നെ അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഷമീറും മുന്നും എന്ന് വിളിക്കുന്ന ആളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് കേൾക്കാം നമുക്ക്. നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ എന്താ പറയാ, ഞാൻ തൊപ്പി അല്ലെങ്കിൽ നിഹാദ് അതിന് എന്റെ ഈ ഇതിന് ശേഷമാണ്, എന്റെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വന്നതിന് ശേഷമുള്ള ആൾക്കാരാണ് ഇതല്ലേ. ഇതെല്ലാരും എന്റെ ഫാമിലി തന്നെയാണ്. പക്ഷെ ഇനി ഇങ്ങോട്ടേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ ചെറുപ്പം തൊട്ട് എന്റെ കൂടെയുള്ള ആൾക്കാരാണ്. ഓനില്ലേ, ഓനെ കട്ടെ ഇവർ രണ്ടുപേരും. ഇത് MRC ഷമീർ, ഇത് MRC മുനു. MRC മുനു അങ്ങനെ MRC അങ്ങനെ പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മളെല്ലാരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് MRC പേരിട്ടെന്നേ ഉള്ളൂ. ഇവരെന്ന് പറഞ്ഞാൽ എന്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള എന്റെ ഫ്രണ്ട്സ് ആണ് ഇവർ രണ്ടുപേരും. എന്റെ ലൈഫ് മുനു ആയാലും ഇവർ രണ്ടാളും എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സ്. അതായത് എന്റെ എത്ര ലോ ടൈമിലായാലും എത്ര ഹൈ ടൈമിലായാലും എന്റെ കൂടെ, ഞാൻ ആയ കാലം തൊട്ട് എന്റെ കൂടെ. ഈ 2 ആൾക്കാരാണ് കേട്ടോ ഈ ഒരു തൊപ്പി നിഹാദ് എന്ന് പറഞ്ഞ ആളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് പ്രധാന പങ്കുവഹിച്ച 2 ആൾക്കാർ ഈ 2 വ്യക്തികളാവും. കാരണം അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഏറ്റവും തളർന്ന സമയത്തും ഏറ്റവും മോശപ്പെട്ട സമയത്തും ഇപ്പൊ ഈ നിൽക്കുന്ന സമയത്തൊക്കെ അവന്റെ കൂടെ നിൽക്കുന്ന ആ 2 ഫ്രണ്ട്സ്, അവരാണ് അവന്റെ വിജയത്തിനും അവന്റെ മാറ്റത്തിനും ഒക്കെ കാരണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവരാണ് അവന്റെ കൂടെ നിന്നിട്ടുള്ളത്. അവന്റെ എല്ലാ സംസാര രീതിയിൽ നിന്നും അത് മനസ്സിലാകുന്നുണ്ട്. എല്ലാ വിജയത്തിനും പിന്നിൽ ഇവരുടെ 2 പേരുടെയും കൈയുണ്ട് എന്നുള്ളതും അതിനി ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവൻ നമ്മള് കമ്പനി ആകുന്നത് ഇവന്റെ വീട്ടിലായിരിക്കും ഇഷ്ടമല്ല. മീൻസ് ഇവന്റെ ഉപ്പെല്ലാം ഒരിക്കലും സമ്മതിക്കാത്തൊരു കാര്യം നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. കാരണം ഇവൻ വലിയ വീട്ടിലെ ചെക്കനാ. ഞാനെന്ന് പറഞ്ഞാൽ ഈ പെയിന്റ് പണിക്ക് കല്ലിന് പണിക്ക് പോകുന്ന അങ്ങനെ കുടുംബത്തിന്റെ അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഞാൻ അവിടെ പെയിന്റ് അടിക്കാൻ വന്ന ഒരാളാണ്. പിന്നെന്ന് പറഞ്ഞാൽ എന്റെ കഥ എങ്ങനെ അവരറിഞ്ഞ് ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ 9ാം ക്ലാസ് ഞാൻ ഒരു മോശണ കേസിൽ എന്നെ പിടിച്ചിട്ട് ചെറുപ്പത്തില്. അപ്പം അതിനുശേഷം എല്ലാവർക്കും നാട്ടിലെല്ലാവർക്കും അറിയാം ഇവനൊരു കള്ളനാ, അങ്ങനത്തെ ഒരു തുറന്നു പറയാലോ, കുഴപ്പമില്ല. ഞാൻ എന്തിനാ ഇത് ഒളിച്ചു വെക്കുന്നത്? അതാ ഇവനൊരു കള്ളനാ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അതുകൊണ്ട് പോലും ആ കള്ളനെ നോക്കുന്ന രീതിയിലൂടെ തന്നെ ഇവനെ കണ്ടോണ്ട് ഒരു കള്ളനെ കാണുന്ന രീതിയിൽ തന്നെ ആൾക്കാരെ കണ്ടത്. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളുമായിട്ട് സ്വന്തം മകൻ കൂട്ടുകൂടുന്നത് ഏതൊരു പാരന്റ്സിനും ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ ഇവന്റെ പാരന്റ്സിന് എന്റെ കൂടെ കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എനിക്ക് 0 ഫ്രണ്ട്സ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരാളെ ആരും ഒന്നിച്ച് നടത്തിക്കൂലല്ലോ, നാണക്കേടല്ലോ. അപ്പം
അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഫ്രണ്ടാണ് ഷമീർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒരു ഫ്രണ്ട് 0 ഫ്രണ്ട് ഉള്ള സമയത്ത് ഫസ്റ്റ് കിട്ടുന്ന ഫ്രണ്ടാണ് ഷമീറിനെ ഫ്രണ്ടാക്കിയതിന് ശേഷമാണ് മുന്നുവിനെ പരിചയപ്പെടുന്നത്. പിന്നെയാണ് മുന്നു ഫ്രണ്ടാണ് പറയുന്നത്. അപ്പൊ ഈ 2 പേര് എന്തായാലും തൊപ്പിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്കും എല്ലാത്തിനും ഇവർ 2 പേരാണ് കാരണമായിക്കണം എന്നുള്ളത് ഉറപ്പാണ്. കാരണം പല ഇന്റർവ്യൂകളിലും അവൻ പറയുന്നുണ്ട്, ഈ ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഇവന് വഴി മുനുവിനെയും പരിചയപ്പെട്ടു. അങ്ങനെ മുനു വഴി മുന്നിട്ട് കസിനായ ഫസലിനെ പരിചയപ്പെട്ടു. അങ്ങനെ നമ്മൾ 4 പേരും ഒരു ഗ്യാങ്ങായി അങ്ങനെ ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്നതാണ്. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ആ മുമ്പുണ്ടായ സീനൊക്കെ കണ്ടതായിരുന്നു നേരിട്ട്. ആ കേസ് വന്ന സമയത്തൊക്കെ വളാഞ്ചേരി കേസ് വന്ന സമയത്തൊക്കെ ശരിക്കും നമ്മൾ സ്ട്രഗിൾ എന്താണെന്നുള്ള അറിയാം. പിന്നെ മുനുവിന്റെ സ്വപ്നങ്ങളെല്ലാം മുനു യാഥാർത്ഥ്യമാക്കുന്നത് എന്നിലൂടെയാണ്. മുനുവിന്റെ ആദ്യത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഫോർച്യൂണർ എടുക്കണം എന്നുള്ളത്. ഞാൻ 2 ഫോർച്യൂണർ വാങ്ങിയിട്ടുണ്ട്, ഒരു ബ്ലാക്കും ഒരു വൈറ്റും, ഒന്ന് എനിക്കും. പിന്നെ മുനുവിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ BM ആയിരുന്നു. BM മുനുവിന്റെ മാത്രം ആഗ്രഹമല്ല, BM വേറൊരു സ്റ്റോറിയാണ്. എന്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ തീർത്താം. അപ്പൊ മുനുവിന്റെ പല ആഗ്രഹങ്ങളും മുനു സാധിക്കുന്ന എന്നിലൂടെയാണ്. അങ്ങനെ ഒരു സംഭവം. അപ്പോ ഏറ്റവും മോശപ്പെട്ട സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ് ഇവർ 2 അന്ന് മുതലേ കൂടെ ഉള്ള ഫ്രണ്ട്സാണ്. സാധാരണ ആൾക്കാർ നല്ലൊരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പും ആ പിന്നെ മോശപ്പെട്ട കാലത്ത് ഉണ്ടായിരുന്ന കൂട്ടൊക്കെ മറന്ന് പിന്നെ പുതിയ ഫ്രണ്ട്സും പുതിയ കൂട്ടൊക്കെ ആയി മാറും. ഇത് തൊപ്പി അത് ചെയ്തിട്ടില്ല. അന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മറന്നിട്ടില്ല, അവരെപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, അവന് ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഫോർച്യൂണർ എടുക്കുന്നതായിരുന്നു. അപ്പൊ ഫോർച്യൂണർ എടുത്തപ്പോ 2 എടുത്തു, ഒന്ന് അവന് ഒന്ന് തൊപ്പിക്കും. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആഗ്രഹങ്ങളും അവർക്ക് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും തൊപ്പിയിലൂടെ നടക്കുന്നുണ്ട്. അത് അവര് അഭിമാനത്തോടെയാണ് പറയുന്നത്, ഈ മുന്നേയും ഷമീറൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്റർവ്യൂവില് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളൂ. അതായത് ഈ ഷമീറിനെ കുറിച്ചും മുന്നുവിനെ കുറിച്ചും പറയുന്ന കാര്യങ്ങൾ, പിന്നെ അതേമാതിരി മമ്മുവിനെ കുറിച്ച്, റാംബോനെ കുറിച്ചൊക്കെ അവരൊക്കെ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളൂ. ബാക്കി ആ ഫുള്ള് വീഡിയോ കാണണം എന്നുള്ളവർക്ക് നമുക്ക് ആ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് ആ ഫുള്ള് വീഡിയോ കാണാം. ഞാൻ ഈ ചാനലിന്റെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണേണ്ടവർക്ക് ആ ചാനലിൽ പോയിട്ട് കാണാം. ഇപ്പൊ അടുത്തൊരു ദിവസം തൊപ്പിന്റെ ലൈവില് റാംബോന്റെ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞിരുന്നു. അത് കണ്ടപ്പോ സത്യം പറഞ്ഞ ഈ ആളെ കുറിച്ച് നമ്മൾ ആരും ഇങ്ങനെ ഒരു സ്റ്റോറി റാംബോന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നമ്മൾ ആരും കരുതിയിട്ടുണ്ടാവില്ല. ആ ഒരു സ്റ്റോറി നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ ആൾറെഡി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കുറെ റീൽസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി നമുക്കൊന്ന് കേൾക്കാം. റാംബോന്റെ ആ ഒരു ലൈഫ് സ്റ്റോറി പറയുന്നൊന്ന് കേൾക്കാം നമുക്ക്. അതിലെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പം എന്നെ കുറിച്ച് പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ നിയാദിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഞാനെന്ന് പറഞ്ഞാൽ അഡോപ്റ്റഡ് ചൈൽഡാണ്. എന്നെ എടുത്ത് വളർത്തിയതാണ്, കൊച്ചിലെ എന്നെ എടുത്ത് വളർത്തിയതാണ്. ഞാൻ ഇതറിയണ എൻ്റെ ഒരു 24-ാമത്തെ വയസ്സ്, 24 അല്ല, ഒരു 23 വയസ്സായ സമയത്താണ് ഞാൻ ഇത് അറിയണത്. ഒരു 3 വർഷം മുമ്പ് ആ സമയത്താണ് ഞാൻ ഇത് അറിയണത്, ഈ ഒരു കാര്യം അറിയണത്. പിന്നെ ഞാൻ എന്തോന്നു ആ സമയത്ത് ഞാൻ അറിയേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 23 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾക്ക് ഇത് ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഞാൻ ഇവിടെ അഡോപ്റ്റഡ് ആണ്, നിങ്ങൾക്ക് അറിയില്ല. പറഞ്ഞോ? നിങ്ങൾ 2 പേരും ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ, വേറെ ആർക്കും ഞാൻ ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല, വേറെ ആർക്കും ഇത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു 23 വയസ്സ് ആ ഒരു പ്രായമുള്ള സമയത്താണ് ഞാൻ അറിയണത്. കൊച്ചിലോട്ട് ഇതിനു മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് വളർന്നു വരായിരുന്നു. അപ്പം പെട്ടെന്ന് പിന്നെ ആ ഒരു സമയത്ത് അറിഞ്ഞപ്പോഴത്തേക്ക് അത്രയും നാൾ നമ്മൾ എന്തോന്ന് അച്ഛൻ അമ്മ അല്ലെങ്കിൽ വീട്ടുകാർ ബന്ധുക്കൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അവരൊന്നും നമ്മളെ ആരും അല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടായിപ്പോയി. 1 വർഷം ഞാൻ ഇത് അറിഞ്ഞതിന് ശേഷം 1 വർഷം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പുറത്തു പോയിട്ട് കൂട്ടുകാരന്മാരെ അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ ഒന്നും ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇത് മാറാൻ വേണ്ടിയിട്ടൊന്നല്ല, അത്രയും ഞാൻ പിന്നെ കുറേ പേര് ഇങ്ങനെ എല്ലാവരും നോട്ടോ ഒരുമാതിരി കളിയാക്കൾ അങ്ങനെയൊക്കെ ഉള്ള നോട്ടമൊക്കെ കുറേ പേരുണ്ടായിരുന്നു. കുറേ കുടുംബക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ 23 വർഷം ഞാൻ ഇത് അറിയണത് വരെ എന്നെ ആരും സങ്കടപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ അത്രയും ഇതായിട്ടാണ് എൻ്റെ വീട്ടുകാർ അവർ നോക്കിയത്.
വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് മൂത്ത മോനുണ്ട്, എൻ്റെ ഒരു ചേട്ടനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ എടുത്ത് വളർത്തിയത്. എന്നെ കൊച്ചിന് എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ അതിനുശേഷം എന്തോന്ന് ഇവിടെ അതിനുശേഷം ഞാൻ പുറത്തോട്ട് പോയി. ഇതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവരെന്നെ പുറത്തോട്ട് വിട്ട്, ദുബായിലോട്ട് വിട്ട്. അവിടെ പോയി നിന്നിട്ടും ജോലിക്ക് പോയിട്ട് എന്നെ കൊണ്ട് അവിടെ ജോലി ചെയ്യാനൊന്നും പറ്റിയില്ല. ഈ ഒരു ഡിപ്രഷൻ അടിച്ചിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിൽക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല. എനിക്ക് വീട്ടിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വീട്ടിൽ നിൽക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല. എല്ലാവരെയും കാണുമ്പോൾ ഒരാൾക്കാർ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നമ്മളെ നോക്കി നടന്ന് വെറുതെ ചിരിക്കണായിരിക്കും. അത്രയും നാൾ ചിരിച്ചത് കണക്ക് ചിരിക്കുമ്പോഴായിരിക്കും, പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്ക് ആ ചിരിയൊക്കെ വേറൊരു രീതിയിൽ കളിയാക്കി ചിരിക്കുന്നതാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെ ഒരു സാധനം വരാൻ തുടങ്ങി. അങ്ങനെ 6 മാസം ഞാൻ കോയമ്പത്തൂർ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ടാക്സി ഓടിച്ച്, വാടകയ്ക്ക് ഒരു ടാക്സി ഓണർ ചെയ്യുന്ന ഒരു ടാക്സി റെന്റിനെടുത്ത് അത് ഓടിച്ച് രാത്രി അതിൽ തന്നെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേക്കും, വീണ്ടും അതിൽ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഒരു 6 മാസം പോയി, മാക്സിമം പോയി പിടിച്ചു നിന്ന്. എന്നിട്ടും പിന്നെ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇങ്ങനെ അവസാനം ഞാൻ ഇവിടെ എത്തി പറഞ്ഞത്. ഇവിടെ എത്തി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരോഗ്യ ഭാഗ്യം കൊണ്ട് ഞാൻ ഇവൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വന്ന സമയത്ത് അത് നമ്മൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വേറെ ഒന്നുമില്ല, എൻ്റെ അങ്ങനെ വേറെ പൈസയൊന്നുമില്ല. ഞാൻ വന്ന സമയത്ത് ഒരു ജോഡി, ഒരു പാൻറ്, ഒരു ഷർട്ട്, ആ ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ടീഷർട്ട്, ഇതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഓക്കെ. എല്ലാവരും ഇതാണ് എൻ്റെ ഫാമിലി, ഈ നിൽക്കണ ഇവരാണ് എൻ്റെ ഫാമിലി. ഞാൻ അങ്ങനെ ഇവിടെ വന്നതാണ്. ഞാൻ ഇവിടെ വന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ വന്നത്. മനസ്സിലായ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇവിടെ വന്നത്. നീ അത് വിട്, നമുക്ക് ചില്ല, നമുക്ക് ഫൺ കാര്യങ്ങളൊക്കെ കോമഡി ഇവിടെ വന്നിട്ട് ഞാൻ മൊത്തം ഹാപ്പിയാണ്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്നതാണ്. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് 2 ദിവസം ഞാൻ വന്ന് ഒരു 2 ദിവസമായപ്പോൾ ഇവന്റെ അടുത്ത് മാത്രമേ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഷമീർ ഇത് അറിഞ്ഞത്. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ അന്ന് ഷമീർ ഇല്ല, ഞാൻ വന്ന് 2 ദിവസമായി. ഞാൻ ഇത് ഇവന്റെ അടുത്ത് പറഞ്ഞ് അത്ര ഇത് ഇവ എന്നെ അപ്പോഴും തന്നെ എനിക്ക് ഡ്രസ്സ്, ഞാൻ പറഞ്ഞില്ല, ഈ 2 ഡ്രസ്സും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഡ്രസ്സ് കാര്യങ്ങള് എനിക്കിവിടെ ഇനി കിട്ടാത്തതായിട്ടൊന്നുമില്ല, എനിക്കിപ്പോൾ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ അത്രയും ഹാപ്പിയാണ്. ബാക്കി എല്ലാം പേരൻസ് ഞാൻ പറയട്ടെ, എന്നെ അവരെ എടുത്തു വളർത്തിയതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നേ വരെ അവർ ഒരു കുറവും വെച്ചിട്ടില്ല. അവരെന്നെ കാണുന്നത്, എന്നെ നോക്കണേന്ന് പറഞ്ഞാൽ അവര് ഇങ്ങനെ സ്റ്റോറി റാംബോന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം എല്ലാ ലൈവിലും തൊപ്പിന്റെ വലങ്കയായിട്ട് ഒരു നല്ലൊരു മസിൽമാൻ അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഉഷാറായിട്ട് അവിടെ നിൽക്കുന്നത് നമ്മളാരും ഇങ്ങനെ ഒരു സ്റ്റോറി പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. എന്തായാലും തൊപ്പി ഇവരൊക്കെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ അവരുടെയൊക്കെ ജീവിതത്തിൽ ലൈഫ് സ്റ്റൈലൊക്കെ മാറി, അതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊപ്പിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ തൊപ്പിന്റെ വീഡിയോസ് എല്ലാവരും കാണണമെന്ന് പറയാനൊന്നുമല്ല. ഇതുവരെ കണ്ട വീഡിയോസിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ, പോസിറ്റീവ് സൈഡ് വന്നത് കൊണ്ട് അതൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ MRZ ടീമിനും തൊപ്പിക്കും ഒക്കെ വന്ന മാറ്റങ്ങളും അവരുടെ ലൈഫിൽ വന്ന ലൈഫ് ചേഞ്ച് പോലെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചേഞ്ചായി, 0 തെറിവിളിയായി, നല്ല രീതിയിൽ എല്ലാവർക്കും ഒന്നുകൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ ടീമിന്, MRZ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബായ്.